ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സായിക്കിൻ്റെയും സയാൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് സായിക്കിൻ്റെയും സയാനെയും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. വീടിനടുത്തുള്ള പോക്കറ്റ് റോഡിൽ കൂടി കേട്ടോ ഞങ്ങൾ പോകുന്നത്. സായിക്കും സയാനും നല്ല ആവേശത്തിൽ കൂടിയാണ് നടക്കുന്നത്. അവരുടെ കളിയും അവരുടെ ചിരിയും അവരുടെ കുസൃതിയും എന്ന് പറയണ്ടേ, എല്ലാം നല്ല ഇതിൽ തന്നെയാണ് അവർ പോകുന്നത്. സായിക്ക് എൻ്റെ കൈയും വിട്ട് ഓടിക്കളഞ്ഞു. സായിക്ക് അതാ ഓടുന്നു. അവനോട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്ക് കുറച്ചു നേരം നിന്നു. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനും അതേപോലെ തന്നെ അവൻ ഓടാൻ തുടങ്ങി. സായിക്ക് അവിടെ നിൽക്ക്, ഉമ്മ പറഞ്ഞത് കേൾക്ക്, അവിടെ നിൽക്ക്. അവനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്ക് വികൃതി കൂടുതലല്ലേ, പിന്നെ പറഞ്ഞാലൊന്നും നടക്കൂലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂടെ അതാ നടന്ന് ആ വീടിൻ്റെ അടുത്തുള്ള ഗേറ്റിൻ്റെ അടുത്ത് എത്താനായി. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നും എൻ്റെ കൈ വിട്ട് പിന്നെ അവർ ഓടി അവർ ആ വീട്ടിനടുത്തുള്ള ഗേറ്റിൻ്റെ അടുത്ത് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു. ഇല്ല നമ്മളിവിടുന്ന് കുറച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ച് പിന്നെ അവിടുന്ന് അവിടുന്ന് കുറേ നേരം ഗേറ്റിൻ്റെ അടുത്ത് പിന്നെ നിന്ന് അവിടുന്നൊക്കെ കുറേ നോക്കി. അവിടുന്ന് നമ്മൾ എടുത്ത് നമ്മൾ പോകാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്നു അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിക്ക് കുറേ ചക്കയും മാങ്ങയൊക്കെ കണ്ടു. സായിക്കും സയാനും പറയുന്നതുകൊണ്ട് കേട്ടോളൂ. ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഇടയിലും അവർക്ക് ചക്കയും മാങ്ങയും തൊടണമെന്നോ അതൊക്കെ തൊട്ട് കളിക്കണം എന്നൊക്കെ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. രണ്ടാളും ഭയങ്കര കുരുത്തക്കേട് തന്നെ. പോകുന്ന വഴിക്ക് ജയൻ ഒരു മാങ്ങ കിട്ടി. ജയൻ പറയുന്നത് കേട്ടോളൂ. മാങ്ങ കിട്ടിയപ്പോൾ സായിക്ക് പറഞ്ഞു ജയനോട് എനിക്കും വേണം മാങ്ങ. അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് ആ മാങ്ങയും വാങ്ങി അവനതാ പോകുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. നമ്മളൊരു ഓട്ടോവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് പിന്നും നടന്നു കഴിഞ്ഞപ്പോൾ ഹൈവേയിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി നടക്കാൻ തന്നെ തീരുമാനിച്ചു. നല്ല വെയിലും ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടി നടന്നപ്പോൾ മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായി. അവരുടെ മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറേ നേരം കളിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു വാ സായിക്കേ സയാനും നമുക്ക് പോവാലോ. അപ്പോൾ സായിക്കും സയാനും പറഞ്ഞു ഇല്ലമ്മ നമുക്ക് കുറച്ചുകൂടി കളിക്കാമല്ലോ. അങ്ങനെ അവർ അവിടുന്ന് മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് പിന്നും കളിച്ചു. മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓടി മാമൻ്റെ വീട്ടിലേക്ക് തിരിച്ച് താഴോട്ടേക്ക് വന്നു. അങ്ങനെ ആ മാമൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടുന്ന് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് നടന്നു ഞങ്ങൾ സായിക്കിനോട് ജയാനോട് പറഞ്ഞു പോവല്ലേ, നമുക്ക് കുറച്ചുകൂടി കാത്തു നിൽക്കുക. ഓട്ടോ കിട്ടിയിരുന്നെങ്കിലോ. അവർ എൻ്റെ കൈവിട്ട് അവിടെ നിന്ന് ഓടി നമ്മളൊരു സ്കൂളിൻ്റെ അടുത്തെത്തി. സ്കൂള് BDLP സ്കൂൾ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂൾ തന്നെയാണ്. ആ സ്കൂളിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് കുറേ നേരം സ്കൂളൊക്കെ നോക്കി. അവിടുന്ന് ഞങ്ങൾ നടന്നു ഹൈവേയിലെത്തേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നടന്നു. കുറച്ച് ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ കേട്ടോ. ഈ സ്കൂളാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂള്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒത്തിരി ദൂരം കൂടി നടന്നപ്പോൾ ഒരു ഭാഗ്യത്തിനൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഓട്ടോയിൽ കയറി ടൗണിലേക്ക് തിരിച്ചു. ഓട്ടോയിൽ കയറുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു കേട്ടോ. സായിക്കും ചെയ്യാൻ ഓട്ടോയിൽ കയറിയ കാര്യം പറയേണ്ടത്. ഓട്ടോയിൻ്റെ അരികെ കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന് കുറേ അടിയൊന്നും കൂടി. അവിടുന്ന് ഞാൻ പറഞ്ഞു അടിയൊന്നും കൂടണ്ട. അങ്ങനെ ഒരിക്കലും ഞാൻ അപ്പുറത്ത് വാശുവത്തിന് ഇപ്പുറത്ത് അങ്ങനെ കുത്തിരി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി ടൗണിലെത്താൻ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പുഞ്ചിരിമില്ലെടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അവിടുത്തെ ഹൈവേൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാനതിൽ പകർന്നു. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആങ്ങളയുടെ പീടിക കണ്ടു. ആങ്ങളയുടെ പീടികയിൽ ആങ്ങളെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കയറാണ്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനെല്ലാം പോയിക്കൊണ്ടിരുന്നു. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് ഗായിക്ക് പറഞ്ഞു, ഉമ്മ നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം. ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഓട്ടോ ഇങ്ങനെ പോയി ടൗണിലെത്താനായിരുന്നു. പക്ഷേ നമുക്കെടുക്കേണ്ട ഡ്രസ്സ് എടുക്കേണ്ട പീടിക എത്തിയില്ല കേട്ടോ. എടോടിയിലാണ് നമുക്ക് ഡ്രസ്സ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓട്ടോ കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ കുറച്ച് അവിടെ ഞാൻ വീഡിയോ ചെയ്യാൻ എടുത്തു. അവിടെ എന്തോ ഉദ്ഘാടനത്തിന് എന്തോ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പോയി നമ്മൾ എത്താനായി കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടെ എത്തി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. ഷോപ്പ് എത്തിയില്ല കേട്ടോ. ഷോപ്പ് എത്താൻ ഇനി കുറച്ചും കൂടി ഉണ്ട്. ഓട്ടോ എന്ന് ജായ്ക്കും ഞാനിങ്ങനെ പറയുന്നത്, ഉമ്മ നമ്മൾ ഷോപ്പ് എത്തി ഉമ്മ, നമുക്ക് അവിടെ പോകണ്ടമ്മ, നമുക്ക് ഇവിടെ പോകണ്ടമ്മ എന്നൊക്കെ പറഞ്ഞു. ഷോപ്പ് എത്താനായിട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് എത്താം. ഞങ്ങളിപ്പോൾ ഉള്ളത് എടോടിയിലാണ് കേട്ടോ. എടോടിയിൽ നിന്ന് കുറച്ചും കൂടി ഇതായിട്ടാണ് നമ്മൾ ഷോപ്പ് എത്തും കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാൺ സിൽക്സിൻ്റെ അടുത്താണ്. കല്യാൺ സിൽക്സിൻ്റെ അടുത്താണ് ചിൽഡ്ഹുഡ്. നമ്മൾ അവിടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഷോപ്പ് എത്തി കേട്ടോ. ഞങ്ങൾ ഓട്ടോൻ്റെ പൈസ ഒക്കെ കൊടുത്ത് നേരെ ഷോപ്പിലേക്ക് കയറുന്ന വീഡിയോ കണ്ടോളൂ കേട്ടോ. ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ജയാൻ്റെ പെർഫോമൻസാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റും. ജയൻ അവിടെ നിന്ന് ബൊമ്മയുടെ കൈയൊക്കെ പിടിച്ചു, അവിടേക്ക് ബൊമ്മയുടെ തൊപ്പിയൊക്കെ മാറ്റി കളിച്ചു. പിന്നെ ജായ്ക്കിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ജായ്ക്കിൻ്റെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഡ്രസ്സൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ജായ്ക്കിന് ഡ്രസ്സ് ഒക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു നേരെ അവർക്ക് ചെരുപ്പെടുക്കാൻ വേണ്ടി ചെരുപ്പിന് പീടികെത്തി. അപ്പോൾ ചെരുപ്പാണെങ്കിൽ രണ്ടാൾക്കും ഒരേപോലത്തെ തന്നെ വേണമല്ലോ. ചെരുപ്പിനും വേണ്ടി കുറേ നമ്മളൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഷൂ ആണോ വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൂ ഒന്നും വേണ്ട, ഷൂ അവരുടെ അടുത്ത് വാങ്ങിയതുണ്ട്, ഷൂ വേണ്ടാന്ന് പറഞ്ഞു. ചെരുപ്പ് എടുക്കാൻ പോയപ്പോൾ ജയാൻ്റെ വികൃതി കണ്ട് സോഫയിൽ കിടന്ന് കളിക്കുകയാണ് ചെയ്തത്. അവനെവിടെ പോയാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്തു നേരെ ക്യൂൻസ് റോഡിലെത്തി. അവർക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂൻസ് റോഡിലേക്ക് പോയത്. അങ്ങനെ ക്യൂൻസ് റോഡിൽ നിന്ന് നമ്മൾ നേരെ കളർഫുള്ളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ അവർക്ക് പറ്റിയ കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് സെവൻസിലേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് എടോടിയിൽ തന്നെ വന്നു. അപ്പോൾ അവിടെ നിന്ന് സെവൻസിന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ ജായ്ക്കിൻ്റെ ജയാൻ്റെ കാര്യങ്ങൾ പറയണം. അവിടെ കുട്ടികൾക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് മാത്രമല്ല കേട്ടോ കളിക്കുന്നതും, അവർക്ക് കുട്ടികൾക്ക് എന്തൊക്കെ വേണ്ട ഐറ്റംസ് എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ജായ്ക്കിനും ജയാനും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. അവിടെയുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസും അതേപോലെ അവിടെ നിന്ന് ഞങ്ങൾ കളിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ജായ്ക്കിൻ്റെയും ജയാൻ്റെയും പെർഫോമൻസ് പിന്നെ പറയേണ്ടില്ലല്ലോ. ജായ്ക്കിനും ജയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കളിക്കുന്ന സാധനത്തിനോടായിരുന്നു. അങ്ങനെ ജായ്ക്കിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സൈക്കിളിനോടായിരുന്നു. അപ്പോൾ സൈക്കിൾ കണ്ടപ്പോൾ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി കളിച്ചു. പിന്നെ ജയാൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ജയാൻ പിന്നെ കുറച്ച് വികൃതി കൂടുതലാണല്ലോ. ജായ്ക്ക് നേരെ പോയി സൈക്കിളിൻ്റെ മേലാണ് കേട്ടോ. ജായ്ക്ക് സൈക്കിളൊക്കെ ഓടിച്ച് കളിച്ചു. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ജയാന് സൈക്കിൾ വേറെ കളിക്കുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ കളിച്ചു. പിന്നെ അത് കണ്ടപ്പോൾ ജയാൻ കളിക്കുന്ന കണ്ടപ്പോൾ ജായ്ക്കിനും കളിക്കണം എന്നൊരു തോന്നൽ. അപ്പോൾ ജായ്ക്കും അത് കളിച്ചു. പിന്നെ ജായ്ക്ക് നേരെ പോയത് ഡോക്ടേഴ്സ് കളിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടാണ് ജായ്ക്ക് കളിച്ചത്. പിന്നെ ജയാൻ പറഞ്ഞു എനിക്കും വേണം അത്. പിന്നെ ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഡ്രസ്സിൻ്റെ അവിടെയുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസും അതുപോലെ ഷൂ അതുപോലെ കളിക്കുന്നതും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാവരും അവിടെ വന്നിട്ട് എടുക്കണം കേട്ടോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ജായ്ക്ക് നേരെ പിന്നെ എൻ്റെ അടുത്തുനിന്ന് നേരെ ഓടി ഡോക്ടേഴ്സ് എന്നാണ് കളിക്കുന്ന സാധനം എടുത്തു. അപ്പം ഞാനതൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ പൈസ പേ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ കളിക്കുന്ന കളി കണ്ടോ. ജായ്ക്കും ജയൻ ആ ജീപ്പിൽ കയറിയ ശേഷം ഇപ്പോൾ ജായ്ക്ക് പറഞ്ഞു എനിക്ക് ഓടിക്കണം, അപ്പം മറ്റവൻ പറഞ്ഞു എനിക്ക് ഓടിക്കണം. പിന്നെ അവിടെ നിന്ന് നേരെ
ബൈക്കിൻ്റെ മുകളിൽ കയറും. സായിക്ക് ഫസ്റ്റ് ഒരു ബൈക്കിൻ്റെ മേലെ കയറി, പിന്നെ അതിൻ്റെ മേലെ പിന്നെ അവിടുന്ന് കീഞ്ഞ് പിന്നെ വേറൊരു ബൈക്കിൻ്റെ മേലെ കയറി. അപ്പോൾ അവിടുന്ന് അവരുള്ള ആൾക്കാരൊന്ന് അവരിങ്ങനെ തമാശാക്കുന്നുണ്ടായിരുന്നു. ജയാൻ പിന്നെ ആ ബൈക്കിൻ്റെ മേലെ തന്നെ കളിച്ചു തിന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സായിക്കിൻ്റെ ജയാനും വികൃതികളും കുസൃതികളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബാക്കി അടുത്ത വിശേഷത്തിൽ കാണാം. അസ്സലാമു അലൈക്കും.